وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. حب النبي ومدحه خير العمل فعسى الإله به يبلغه العمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. ആദരണീയരായ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തെ തിരുചര്യകളെ അനുധാവനം ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വയ്ക്കലാണ് ലോകത്തെ ഏറ്റവും വലിയ അമല്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കിറാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ചവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വഹാബാക്കളുടെ കൈയും കാലും കാതും കണ്ണുമെല്ലാം സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വഹാബത്തെ കിറാം സമർപ്പിച്ചവരായിരുന്നു. അങ്ങേയറ്റം സ്വഹാബത്തെ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ചുപോയി. എല്ലാ മഹാന്മാക്കളുടെയും വിജയം കൈവരിച്ചത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഇനെ അനുധാവനം ചെയ്തത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ എല്ലാ മേഖലയിലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. സ്വഹാബത്തെ കിറാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ചവരായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയില്ലേ, സഅദ് റളിയല്ലാഹു അൻഹു ഏറെ കാലത്തിനു ശേഷം മക്കയിലെ ധനാഢ്യനായ വഹബ് എന്ന വ്യക്തിയുടെ മകളായ ജമീല എന്ന ഒരു സുന്ദരിയായ മകളെ വിവാഹം കഴിക്കാൻ അവസരം കിട്ടി. എന്നാൽ വിവാഹത്തിന്റെ തലേ ദിവസം അതാ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് മഹർ വാങ്ങാൻ, വസ്ത്രം വാങ്ങാൻ സഅദ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്കതാ ഹബീബായ ഒരു യുദ്ധത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കല്യാണം കഴിക്കുക? ഞാൻ എങ്ങനെയാണ് ഒരു സുന്ദരിയായ പെണ്ണിന്റെ കൂടെ വിവാഹത്തിന് അനുവദിക്കുക? എനിക്ക് കഴിയൂല. അതുപ്രകാരം സഅദ് റളിയല്ലാഹു അൻഹു അതാ ആ മഹർ വാങ്ങാൻ, ആ വസ്ത്രം വാങ്ങാൻ മാറ്റിവെച്ച ആ പണമുണ്ടല്ലോ, ആ പണം കൊണ്ടതാ ഒരു പടയങ്കിയും ഒരു വാളും വാങ്ങിയതാ യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഒരു മുഖമൂടിയും ധരിച്ചതാ യുദ്ധരണാങ്കണ ഭൂമിയിലേക്ക് പോയി. എന്നാൽ യുദ്ധമെല്ലാം കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് സ്വത്തിങ്ങനെ ഓഹരി വെക്കുമ്പോൾ അതാ ഒരു മുഖമൂടി ധരിച്ച ഒരാള് നിലത്തു കടക്കുകയാണ്. ആരാണെന്ന് നോക്കിയപ്പോൾ അത് സഅദ് റളിയല്ലാഹു അൻഹയാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചത് കൊണ്ടാണ് അവിടുത്തെ വിവാഹം ഒഴിവാക്കി ഏറെ കാലത്തിനു ശേഷം ലഭിച്ച ആ വിവാഹം സഅദ് റളിയല്ലാഹു അൻഹു ഒഴിവാക്കി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. അവിടുത്തോട് മഹബ്ബത്ത് വെച്ചാൽ അത് വിജയത്തിന് നിദാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയില്ലേ, അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ സുബ്ഹി നിസ്കാര ശേഷം മക്കയിലെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഈന്തമ്പര പൂന്തോട്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അതാ ആ പൂന്തോട്ടത്തിലെത്തി അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ആ
തോട്ടത്തിൽ നിന്ന് ഈത്തപ്പഴങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനതാ വന്ന് പറയുകയാണ്, ഓ ഉപ്പാ, ഖദ് തവഫയ യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയി. അതാ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സങ്ങ് പിടയ്ക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു അതാ രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഹബീബില്ലാത്ത ഈ ഭൂമിയിൽ ഇനി എനിക്കെൻ്റെ കണ്ണ് വേണ്ട, എൻ്റെ തിരുനബി ഇല്ലാത്ത ഈ ഭൂമിയിൽ എനിക്കെൻ്റെ കണ്ണ് വേണ്ട എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അത് ആ കാഴ്ച നഷ്ടപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്. അവിടുത്തോട് മഹബ്ബത്തുണ്ടായാലേ അവിടുത്തെ ഇത്തിബാ നമുക്ക് സാധ്യമാകൂ. അവിടുത്തോട് എത്രത്തോളം മഹബ്ബത്ത് വെക്കുന്നോ അത്രത്തോളം അവിടുത്തെ സുന്നത്ത് നമുക്ക് ഇത്തിബാ ചെയ്യാൻ സാധിക്കും. അവിടുത്തെ സുന്നത്ത് നമുക്ക് അനുധാവനം ചെയ്യാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുവതലമുറ പലരെയുമാണ് റോൾ മോഡലാക്കുന്നത്. പല സിനിമാ നടന്മാര്, പല കളിക്കാരെയാണ് അവർ റോൾ മോഡലാക്കുന്നത്. അവരുടെ കോലത്തിൽ അത് ആ മുടി വെട്ടുന്നു. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവരോട് മഹബ്ബത്തുള്ളത് കൊണ്ടാണ് ആ കോലത്തിൽ അവർ മുടി വെട്ടുന്നത്. എന്നാൽ ഹബീബായ തങ്ങളോട് മഹബ്ബത്ത് വെച്ചാൽ ഇരു ലോകത്തും വിജയമാണ്. ആഖിറ ലോകത്ത് ശഫാഅത്തിന് കാരണമാകും ഹബീബായ തങ്ങളോട് മഹബ്ബത്ത് വെച്ചാൽ. അതുകൊണ്ട് എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെ മുത്തുനബിയോടാണ് മഹബ്ബത്ത് വെക്കേണ്ടത്. അവിടുത്തെ ഇത്തിബാഅാണ് നാം അനുധാവനം ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കളിക്കാരെയോ ഒരു സിനിമാ നടന്മാരെയോ അല്ല. അവരെ ഇത്തിബാഅ ചെയ്താൽ, അവരെ മഹബ്ബത്ത് വെച്ചാൽ ദുനിയാവും ആഖിറവും പരാജിതമാണ്. ഗൗരവമുള്ള കാര്യമാണ് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതാണ് സ്വഹാബത്തെ കിറാം അവിടുത്തെ ഇത്തിബാഇന് അനുധാവനം ചെയ്തത്, അവിടുത്തെയോട് നല്ല മഹബ്ബത്ത് ഊട്ടിയുറപ്പിച്ചത്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരസ്യ പ്രബോധനത്തിറങ്ങിയല്ലോ. ആ ഇറങ്ങിയ സന്ദർഭത്തിൽ ഉത്ബത്ത് ഇബ്നു ശൈബ എന്ന ആ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് രണ്ട് ചെരുപ്പുകൾ കൂട്ടി അടിക്കുകയാണ്. ഈ അടിക്കുന്ന അവസരത്തിൽ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിൽ നിന്ന് ചോര പൊട്ടുകയാണ്. അങ്ങനെ തങ്ങളുടെ കുടുംബക്കാര് ഒരു തുണിയിൽ പൊതിഞ്ഞ് തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മരണം വരെ ഉറപ്പാക്കിയതാണ്. അബോധാവസ്ഥയിലാണ്. അങ്ങനെ അതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയിട്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധം വരികയാണ്. ബോധം വന്നപ്പോൾ എൻ്റെ ഉമ്മ എവിടെ, എൻ്റെ ബാപ്പ എവിടെ എന്നല്ല ചോദിച്ചത്, എൻ്റെ ഹബീബ് എവിടെ എന്നാണ് അബൂബക്കർ തങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവർക്കൊക്കെ ഹബീബിനോട് വല്ലാത്ത മഹബത്തായിരുന്നു. അതുകൊണ്ട് നാമൊക്കെ മുത്തുനബിയെ വല്ലാതെ മഹബത്ത് വെക്കണം. അവിടുത്തെ ഇത്തിബാഇനെ നാം അനുധാവനം ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.